എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കും. ജൂലൈ 21 വൈകുന്നേരം 4 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ നൽകാൻ സാധിക്കുക. ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഫോർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനുള്ള, അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തുകൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അക്ഷയോ മറ്റോ ഉണ്ടായിരിക്കുന്നതല്ല, അതായത് ചിലപ്പോൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക അവിടെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ നിങ്ങൾക്ക് അക്ഷയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകളോ ഇല്ല എന്നാണെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്വന്തമായിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഫോണിൽ ഫോട്ടോ എടുത്താൽ മതി. ഫോട്ടോ കറക്റ്റായിട്ട് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വല്ല A4 ഷീറ്റോ മറ്റോ വെച്ചുകൊണ്ട് നിങ്ങൾ അതിന് മുകളിൽ നിങ്ങളുടെ ആ ഒരു, അതായത് സർട്ടിഫിക്കറ്റ് വെച്ച് കറക്റ്റായിട്ട് അത് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ ഫോട്ടോ എടുക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് അതിന് പേരൊക്കെ കൊടുത്ത്, അതായത് ഏത് ഡോക്യുമെൻ്റ് ആണെന്നുള്ളത് കറക്റ്റായിട്ട് പേര് കൊടുത്ത് നിങ്ങൾക്ക് അത് PDF രൂപത്തിലാക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റുഡൻറ്റ് മെറിറ്റ് കോട്ട എന്നിങ്ങനെയുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കോളേജ് വേക്കൻസീസ് അറിയാനായിട്ട് കോളേജസ് ആൻഡ് പ്രോഗ്രാംസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ പ്രോഗ്രാംസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രോഗ്രാംസിൻ്റെ കോഴ്സ്, അതായത് ആ ഒരു പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഓരോ കോഴ്സ് ഡീറ്റെയിൽസും കാണാൻ പറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എവിടെ വേക്കൻസി ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഇവിടെ വേക്കൻസി ഇല്ല എന്നാണ് തോന്നുന്നത്, കാരണം ഒരു വേക്കൻസിയും ഇവിടെ നൽകിയിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ അടുത്തത് നോക്കുന്ന സമയത്തും ഇതേ രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേക്കൻസി ഉള്ളത് ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് ജസ്റ്റ് ഈ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെ ഏതൊക്കെ കോഴ്സുകൾക്ക് വേക്കൻസി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ, അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും BA ഹോണേഴ്സ് എക്കണോമിക്സ് കോഴ്സിന് ഇവിടെ വേക്കൻസി കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ കോഴ്സും കറക്റ്റായിട്ട് നിങ്ങൾ പരിശോധിച്ച് നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ഏതൊക്കെ കോഴ്സിലാണ് വേക്കൻസി ഉള്ളത് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുക. വേക്കൻസി ഇല്ലെങ്കിൽ നില്ലെന്നോ 0 എന്നൊക്കെയാണ് അവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് പരിശോധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ കോളേജിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്കും അതുപോലെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ അഡ്മിഷൻ നേടാതിരുന്ന വിദ്യാർത്ഥികൾക്കും, അതായത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്കും, അതായത് നിങ്ങൾ എങ്ങനെ, അതായത് നിലവിൽ ഇപ്പോൾ അഡ്മിഷൻ ലഭിച്ച ഒരു വിദ്യാർത്ഥിക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതായത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ, നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നിലവിൽ ലഭിച്ച സീറ്റ് നഷ്ടമാകുന്നതും പിന്നീട് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന ആ ഒരു കോളേജിൽ അഡ്മിഷൻ നേടേണ്ടതും ആയിട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനാൽ തന്നെ സ്ഥിരപ്രവേശനം എടുത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ച് മാത്രം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ നൽകുക. ഒരു തവണ ക്യാപ്പിലൂടെ അപേക്ഷാ ഫീസ് അടച്ചവർ വീണ്ടും ഫീസ് അടക്കാതെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ഭിന്നശേഷിക്കാർക്കായി സംവരണം ചെയ്ത സീറ്റുകളിലേക്കും കമ്മ്യൂണിറ്റി സീറ്റുകളിലേക്കും വിദ്യാർത്ഥികൾക്ക് 21 തീയതി, അതായത് നാളെ വൈകുന്നേരം 4 മണി വരെ നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക്, അതായത് എയ്ഡഡ് സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഏകജാലം വഴിയുള്ള ബിരുദ പ്രവേശനത്തിൻ്റെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഇതുവരെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കാത്തവർക്കും അതുപോലെ പ്രവേശനം കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിച്ച ശേഷം റിജക്റ്റ് ആയി പോയവർക്കും നിശ്ചിത സമയത്തിനകം പ്രവേശനം എടുക്കാൻ സാധിക്കാത്തവർക്കും അപേക്ഷിക്കാനുള്ള സൗകര്യം 21 തീയതി വൈകുന്നേരം 4 മണി വരെ ലഭ്യമായിരിക്കുന്നതായിരിക്കും. ഓൺലൈൻ അപേക്ഷയിൽ വരുത്തിയ തെറ്റുകൾ കാരണം അലോട്ട്മെൻറ്റിന് പരിഗണിക്കപ്പെടാത്തവർക്കും അലോട്ട്മെൻറ്റിലൂടെ ലഭിച്ച പ്രവേശനം റദ്ദാക്കിയവർക്കും പ്രത്യേകമായി ഫീസ് അടക്കാതെ തന്നെ നിങ്ങളുടെ നിലവിലെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് cap.mgu.ac.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഓപ്ഷനുകൾ പുതുതായി നൽകാവുന്നതാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നവർ പുതുതായിട്ട് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് അതിനായിട്ടുള്ള ആ ഒരു പ്രത്യേകം അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, മെറിറ്റ് കോട്ട എന്നീ വിഭാഗങ്ങൾക്കായിട്ടുള്ള പ്രത്യേക ലിങ്കിലൂടെ മാത്രം നിലവിൽ അപേക്ഷിച്ചിട്ടുള്ളവർ തങ്ങളുടെ നിലവിലുള്ള ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് cap.mgu.ac.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം അപേക്ഷന് താൻ നേരത്തെ നൽകിയ അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താവുന്നതും പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകാവുന്നതുമാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന എല്ലാ അപേക്ഷകരും പുതുതായിട്ട് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഓപ്ഷനുകൾ നൽകിയ ശേഷം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടോ അല്ലെങ്കിൽ ഓപ്ഷനുകളോ, അതായത് നിങ്ങൾ
ആ ഒരു അപേക്ഷ നൽകിയ ശേഷം അപേക്ഷ സേവ് ചെയ്ത് ഓൺലൈനായിട്ട് നൽകേണ്ടതാണ്. അത് ഓൺലൈനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ സേവ് ചെയ്ത് കൺഫേം ചെയ്ത് ആ ഒരു ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷയുടെയോ അല്ലെങ്കിൽ ഓപ്ഷനുകളുടെയോ പ്രിൻ്റ് ഔട്ട് സർവകലാശാലയിൽ സമർപ്പിക്കേണ്ടതില്ല. വിവിധ കോളേജുകളിലെ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള ഒഴിവുകളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അത് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ വൈകുന്നേരം 4 മണി വരെയാണ് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.